നമസ്കാരം. സ്റ്റഡി വിത്ത് ഉഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ NMMS സെറ്റ് 1000 ക്വസ്റ്റ്യൻസിൻ്റെ 53 മുതൽ 75 വരെയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. വായുവിൽ സ്വയം കത്തുന്നതിനാൽ വെള്ളത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന മൂലകം ഏത്? വെളുത്ത ഫോസ്ഫറസ്. 52 കരയിപ്പിക്കുന്ന വാതകമേത്? ബെൻസീൻ ക്ലോറൈഡ്. ഇന്ത്യയിലെ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നതാര്? സർദാർ വല്ലഭായ് പട്ടേൽ. ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. വേദങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഹ്വാനം ചെയ്തത് ആര് എന്നാണ് ചോദ്യം. അടുത്ത ചോദ്യം അത് ദയാനന്ദ സരസ്വതി ആണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 56. ഹിരോഷിമയിൽ വർഷിച്ച ആറ്റം ബോംബിൻ്റെ പേരെന്ത്? ലിറ്റിൽ ബോയ്. മറന്നു പോരുത്. അടുത്ത 57. ജപ്പാൻ്റെ തലസ്ഥാനം ഏത്? ടോക്കിയോ ആണ്. 58. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമാണ്? വിജയ്ഘട്ടാണ്. 59. ഭാരതത്തിൻ്റെ മാക്കിയവെല്ലി എന്നറിയപ്പെടുന്നത് ആരാണ്? കൗടില്യനാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? RK ഷൺമുഖം ഷെട്ടിയാണ്. മറന്നു പോരുത്. ഇതൊക്കെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യനാണ്, മറന്നു പോകാൻ പാടില്ല. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 61. കുശാന വംശത്തിലെ പ്രസിദ്ധനായ രാജാവാര്? കനിഷ്കനാണ്. ഇന്ത്യയിലെ പുരാവസ്തുശാസ്ത്രത്തിൻ്റെ പിതാവ് അലക്സാണ്ടർ കണ്ണിങ്ഹാമാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ കുശാന വംശത്തിലെ പ്രസിദ്ധനായ രാജാവ് ആര് എന്നുള്ളതും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്. പിന്നെ അടുത്ത 63. ലോധി വംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരി ആരാണെന്നാണ്? സിക്കന്ദർ ലോധിയാണ്. അതുപോലെ തന്നെ അലക്സാണ്ടറുടെ ഗുരു ആരാണ്? അരിസ്റ്റോട്ടിലാണ് അലക്സാണ്ടറുടെ ഗുരു. ഹൈഡ്രജൻ്റെയും നൈട്രജൻ്റെയും സംയുക്തമാണ് ഹൈഡ്രോസിൻ. മറന്നു പോകരുത്. അലക്സാണ്ടറുടെ ഗുരു ആരാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ അരിസ്റ്റോട്ടിലാണ്. അതുപോലെ തന്നെ കുശാന വംശത്തിലെ പ്രസിദ്ധനായ രാജാവ് ആര് എന്ന് ചോദിക്കും. അതും കനിഷ്കനാണ്, മറന്നു പോകാൻ പാടില്ല. ചൈനീസ് സംസ്കാരം ഏത് നദിയുടെ തീരത്താണ് ഉയർന്നു വന്നത് എന്ന് ചോദിക്കാം. ഹൊയാങ്സോ ആണ്. ഇന്ത്യയിൽ നമുക്കറിയാം സിന്ധു നദിയുടെ തീരത്താണ് ഹാരപ്പൻ സംസ്കാരം ഉയർന്നു വന്നത്. അപ്പം ചൈനീസ് സംസ്കാരം ഏത് നദിയുടെ തീരത്താണ് ഉയർന്നു വന്നത്? ഹൊയാങ്സോ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നവരിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ആസ്ബറ്റോസിസ്. അതുപോലെ തന്നെ മനുഷ്യനിലെ ക്രോമസോമുകളുടെ എണ്ണം 46 ആണ്. തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ഇതൊക്കെ നല്ലോണം ഒന്ന് മനസ്സിലാക്കി പഠിച്ച് വെക്കുക. ചൈനീസ് സംസ്കാരം മറന്നു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 71. തളിക്കോട്ട യുദ്ധം ആരൊക്കെ തമ്മിലാണ് നടന്നതെന്നാണ്? വിജയനഗര രാജാവും അതുപോലെ തന്നെ ബാമിനി സുൽത്താനും തമ്മിലാണ് തളിക്കോട്ട യുദ്ധം നടന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ ആദ്യത്തെ ആക്ടിംഗ് പ്രസിഡൻ്റാണ്? VV ഗിരിയാണ് ആക്ടിംഗ് പ്രസിഡന്റ്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് മേധാവിത്വത്തിന് അടിത്തറ പാകിയത് റോബർട്ട് ക്ലൈവ് ആണ്. പിന്നെ ഗതികോർജ്ജത്തിൻ്റെ ഉദാഹരണമാണ് കടലിലെ തിരമാലകൾ വരുന്നത്. പിന്നെ കുടലിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് കോളറ, ടൈഫോയിഡ് എന്നിവയൊക്കെ. ഇതൊക്കെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഓർത്ത് വെക്കുക. തളിക്കോട്ട യുദ്ധം ഒന്നും മറന്നു പോകരുത്. വിജയനഗര രാജാവും അതേപോലെ തന്നെ ബാമിനി സുൽത്താനും തമ്മിലാണ് തളിക്കോട്ട യുദ്ധം നടന്നത്. പ്രിയ കുട്ടികളെ, നമ്മളിനി അടുത്ത 76 മുതൽ 100 വരെയുള്ള ഒരു എപ്പിസോഡുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, നന്ദി, നമസ്കാരം.